ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോഡ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. തമിഴകത്തെ നടിപ്പിൻ നായകൻ സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് റെട്രോ. അപ്പോൾ റെട്രോയിലെ കണ്ണാടി പൂവേ എന്നുള്ള ആ ഒരു ഗാനം അണിയർ പ്രവർത്തകർ യൂട്യൂബിലൂടെ പുറത്തുവിട്ടു. ഞാൻ കാണുമ്പോൾ 8.8 മില്യൺ വ്യൂസും കടന്ന് ട്രെൻഡിങ്ങിൽ നമ്പർ 2 ട്രെൻഡിങ്ങിൽ നമ്പർ 2 പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സോങ്. ഈ സോങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ഒരു പഴയ സൂര്യ ചിത്രം വാരണമായിരത്തിലെ ആ ഒരു അഞ്ചലെ സോങ്, അല്ലെങ്കിൽ ഒരു നിരാശാകാമുകൻ്റെ അല്ലെങ്കിൽ തൻ്റെ കാതലിയെക്കുറിച്ച് ഓർത്ത് പാടുന്ന ആ ഒരു സോങ്ങില്ലേ, ആ ഒരു സോങ്ങായിട്ടാണ്, അതുപോലൊരു മാച്ചിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഒരു റെഫറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. ആ അഞ്ചലെ സോങ്, അവ എന്നെ തേടി വന്ന അഞ്ചലെ, അതിൻ്റെ ചില സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സോങ്ങിൽ കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ മൊത്തത്തിൽ ഒരു വാരണമായിരം സോങ് കണ്ടൊരു ഫീലായിരുന്നു എനിക്ക് ഈ സോങ് കണ്ടപ്പോൾ, ഈ കണ്ണാടിപ്പൂവ എന്നുള്ള സോങ് കണ്ടപ്പോൾ തോന്നിയത്. വാരണമായിരം ഓൾസോ മൈ ഫേവറേറ്റ് സൂര്യ മൂവി. സൂര്യയുടെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കണ്ട ചിത്രങ്ങളിലൊന്നാണ് വാരണമായിരം. അതുതന്നെ ഇപ്പോൾ വന്നാലും ഇരുന്ന് കാണുന്നൊരു സിനിമയാണ് വാരണമായിരം. അപ്പോൾ വാരണമായിരത്തിൽ അഞ്ചലെ സോങ്ങിൻ്റെയൊക്കെ റെഫറൻസ് ആയിട്ട് നമുക്കിങ്ങനെ ഈ പാട്ട് കണ്ടപ്പോൾ തോന്നി. ഇതിൻ്റെ ജയിൽ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ സോങ്. അതായത് സിനിമ കണ്ടാലേ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് സാധിക്കുള്ളൂ. ജയിൽ ബാക്ക്ഗ്രൗണ്ടിൽ തൻ്റെ കാതലിയെക്കുറിച്ച് ഓർത്ത് പാടുന്ന ഒരു പാട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടപ്പോൾ. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണനാണ്. പാട്ട് പാടിയിരിക്കുന്നതും സന്തോഷ് നാരായണൻ തന്നെയാണ്. ഇതിൻ്റെ ഡയറക്ടർ കാർത്തി സുബ്രാജാണ്. ഈ ചിത്രം മെയ് 1 ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. സൂര്യയുടെ ഒരു കംബാക്ക് ആയിരിക്കുമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ചിത്രമാണെന്നാണ് തോന്നുന്നത്. ചിത്രം ഇറങ്ങിയാലേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം കങ്കുവ പോലൊരു വലിയൊരു ഡിസാസ്റ്ററിന് ശേഷം ഇറങ്ങാൻ പോകുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പ്രതീക്ഷകളുണ്ട്. പിന്നെ കാർത്തി സുബ്രാജിൻ്റെ പടമായതുകൊണ്ട് ഒരു മിനിമം ഗ്യാരണ്ടി ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സൂര്യയുടെ ഒരു കംബാക്ക് ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. ഇതിനു മുമ്പ് തന്നെ ചിത്രത്തിൻ്റെ ചില സീൻസൊക്കെ, അല്ലെങ്കിൽ ടീസറാണെന്ന് തോന്നുന്നു, അതൊന്ന് പുറത്തു വിട്ടിരുന്നു. സൂര്യയും പൂജ ഹെഡ്ജും കൂടെയുള്ളൊരു ആ സീനൊക്കെ, അതൊക്കെ വളരെ നന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്യാങ്സ്റ്റർ മൂവിയാണ്. ഗ്യാങ്സ്റ്റർ മൂവിയിലുള്ളൊരു ലവും കാര്യങ്ങളൊക്കെ പറയുന്നത് ടൈപ്പ് ഒരു മൂവിയാണ്. അങ്ങനത്തെ ഒരു മൂവിയാണ് ആ ഒരു ജോണറാണിത്. കൂടാതെ ജോർജ് ജോർജൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു കാസ്റ്റിങ്ങും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രമാണ് ഈ ചിത്രം. ഇതിൻ്റെ പാട്ട് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് വാരണമായിരം ഇതാണ് നമുക്ക് പെട്ടെന്ന് ഈ പാട്ട് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. സന്തോഷ് നാരായണനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പാടിയതും അദ്ദേഹം തന്നെയാണ്. ജയിൽ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു സോങ്ങാണ്. സൂര്യയുടെ സിമ്പിൾ സ്റ്റെപ്പുകളും കാര്യങ്ങളുമൊക്കെ നമുക്കിങ്ങനെ അത് കാണുവാനായിട്ട് സാധിച്ചു. ആ സ്റ്റെപ്പ് കണ്ടപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്ലാഷ് ബാക്കാണ് അടിച്ചത്. വാരണമായിരം ആ സംഭവമൊക്കെയാണ് നമുക്ക് അടിച്ചതെന്ന് പറയാം. ഈ ഒരു വയസ്സിലും അദ്ദേഹത്തിൻ്റെ ആ ഫിറ്റ്നസ്സും അദ്ദേഹത്തിൻ്റെ ആ ഒരു നമുക്ക് ഏജ് തോന്നിക്കാത്ത രീതിയിലുള്ള ആ ഒരു ചെറുപ്പമായിട്ടിരിക്കുന്ന ഇതിൻ്റെ ബോഡി സ്റ്റൈലും ഒക്കെ നമുക്ക് വളരെയധികം ഇൻസ്പയർ ആയിട്ട് തോന്നി ഇത് കണ്ടപ്പോഴും, പാട്ട് കണ്ടപ്പോഴും. ഏതായാലും വാലന്റൈൻസ് ഡേക്ക് തലേദിവസം, അതായത് ഫെബ്രുവരി 13 ഈ പാട്ട് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. മ്യൂസിക്കിൽ ട്രെൻഡിങ്ങിൽ നമ്പർ 2 പോയിക്കൊണ്ടിരിക്കുകയാണ് പാട്ട് കണ്ണാടിപ്പൂവേ എന്നുള്ളൊരു പാട്ട്. വലിയ കുഴപ്പമില്ല, ഒന്ന് കേട്ടപ്പോൾ വലിയ കുഴപ്പമില്ല, ആവറേജ് സോങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ആ വാരണമായിരം റെഫറൻസാണ് എനിക്ക് കൂടുതലും ഓർമ്മ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.